വില്ലേജ് ഓഫീസിലേക്കൊന്ന് പോകാം. അവിടെ അഷിൻ ഡിയാഗോ ഉണ്ട്. മിനിഞ്ഞാന്ന് മാത്രം 23 ബോഡിയും ഇന്നലെ മാത്രം 9 ബോഡിയുമാണ് ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് നിന്നും കിട്ടിയത്. വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടമാണ് അവിടെയുള്ളത്. വലിയ തടിക്കഷണങ്ങൾ അവിടെയുണ്ട്. അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിന് JCBകൾ ആ ഭാഗത്തേക്ക് കൂടുതൽ അയക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് ഇപ്പോൾ പ്രേക്ഷകർ തിരിയുന്ന ഈ സ്ഥലത്ത് മാത്രം 9 ബോഡികൾ കണ്ടെത്തി എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. നമുക്ക് അഷിൻ ഡിയാഗോയിലേക്ക് ഒന്ന് പോരാം. അഷിൻ ഡിയാഗോ, ഈ വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ എന്താണ്? ഇന്നലെയും ദീപക് മോഹൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. 23 ബോഡികളാണ് അവിടെ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അഷിൻ ഡിയാഗോ? നമുക്ക് അഷിൻ ഡിയാഗോയിലേക്ക് വരാം. ചെറിയൊരു താമസമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ഒരു അപകടത്തിൻ്റെ ആ ഒരു വ്യാപ്തി, അതിൻ്റെ ആ ഒരു ആഴം. കാരണം ഇത്രയും വലിയ മരങ്ങൾ, ഇത് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കുത്തൊലിച്ച് ഇവിടെ വന്ന് അടിഞ്ഞ മരങ്ങളാണ്. ഈ മരങ്ങൾക്ക് അടിയിൽ മരങ്ങൾ മാത്രമല്ല പാറക്കഷ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെളിയുമുണ്ട്. ഇതിനടിയിൽ പല ജീവനുകളും അഷിൻ ഡിയാഗോ തുടരാം. അരുൺ, ഇന്നലെയും ഇന്നുമായി ഇന്നലെ ഇവിടെ നിന്ന് 9 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം, ഇന്നലത്തേന് മുന്നത്തെ ദിവസം 23 മൃതദേഹങ്ങൾ ലഭിച്ച ഒരു സ്ഥലത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ രീതിയിൽ വലിയ വൻമരങ്ങളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ പാറക്കഷ്ണങ്ങൾ, ചെളി, അങ്ങനെ എല്ലാം അടങ്ങി ഒരു വലിയ ഒരു മല പോലെ ഇവിടെ ഇങ്ങനെ കൂടിക്കിടക്കുന്നു. ഇതിനടിയിൽ നിരവധി ആളുകൾ, മനുഷ്യജീവനുകൾ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഞാനും നമ്മുടെ ക്യാമറമാനും ഈ രക്ഷാസംഘങ്ങളൊക്കെ നിൽക്കുന്നത് ഇത്തരത്തിൽ ഇതിനടിയിലുള്ള മനുഷ്യജീവനുകൾക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഇവിടെ ഏതാണ്ട് 40ഓളം വീടുകളാണ് ഈ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു വീടിൻ്റെ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കല്ലിന് മേലിൽ കല്ല് വെക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഒരു ദയനീയ കാഴ്ചയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ആരും തന്നെ ഇവിടെ രക്ഷാസംഘത്തിൻ്റെ ദൗത്യത്തിൻ്റെ ആരും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട്